അല്ല പാർട്ടി പറയട്ടെ. പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നല്ലേ. ഞാൻ ഇപ്പം എൻ്റെ വീട് ജപ്തി ചെയ്യുന്നതിൻ്റെ നടപടിയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതാക്കിയത്. അപ്പം നിങ്ങൾ സഹകരിക്കും. ഞാൻ അല്ലാതെ പാർട്ടി താങ്കൾ ഇന്നലെ പറഞ്ഞു ഇതൊരു അടിസ്ഥാനരഹിതമാണ്, ഒരു പരാതി ആരെങ്കിലും പരാതിക്കാരുണ്ടെങ്കിൽ വരട്ടെ എന്ന് പറഞ്ഞു. ഇപ്പോഴും അല്ല, ഞാൻ ആരോടും അങ്ങനെ ഒരു പൈസ വാങ്ങുന്ന ആളല്ല. ഒരു സാമ്പത്തിക ക്രമക്കേട് നടത്തിയ ഒരു ജീവചരിത്രം എനിക്കില്ല. എനിക്കറിയില്ല. ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഈ നഗരത്തിലൊരു 10-30 കൊല്ലമായിട്ട് സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളോടൊരു അനാവശ്യമായിട്ടൊരു പണമോ മറ്റെന്തെങ്കിലും വാങ്ങി ചരിത്രം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിന്നെ അങ്ങനെ നമ്മൾ മനുഷ്യന്മാരല്ലേ, അല്ലാതെ എനിക്കറിയില്ല എന്താ സംഭവം എന്നുള്ളത്. ഞാനും ഇത് ഇങ്ങനെ അത്രമാത്രം ഒരു PSC അംഗത്തിന് എന്താ പറയുക, അതല്ലേ, അതിന് മാത്രം വലിയൊരു നേതാവ് കൂടിയല്ല ഞാൻ. സാധാരണ ഒരു മനുഷ്യനാണ്. സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ലാണ്ട് പിന്നെ നമ്മളൊരു മനുഷ്യനാണ് സാധാരണ. നമ്മളിങ്ങനെ വിഷമം ഉണ്ടാവില്ലേ. അല്ല, ഉണ്ടെങ്കിലും പരിശോധിക്കട്ടെ, പാർട്ടി പരിശോധിക്കട്ടെ. അല്ല, ഞാൻ ഇപ്പോൾ പാർട്ടി യോഗത്തിലേക്കാണ് പോകുന്നത്, എന്തായിരിക്കും അറിയില്ല. ഞാൻ പോയി നോക്കട്ടെ. അല്ല, താങ്കൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്താണ് ഇത്തരം ഒരു കാര്യം വരുന്നത്, അങ്ങനെയാണോ? അതായത് ഈ ബാങ്കിൽ പോയിട്ടാണ് ഇപ്പോൾ വരുന്നത് അല്ലേ? അതെ, അത് എൻ്റെ വ്യക്തിപരമായ കാര്യമല്ല. നമ്മളിപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്നുള്ള എനിക്ക് അയാളുടെ പേഴ്സണലായിട്ടുള്ള ജീവിതത്തിനകത്ത് എന്താ കാര്യമുള്ളത്? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കും. അപ്പോൾ ഞാനിപ്പോൾ ബാങ്കിൽ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ 2020 എടുത്ത ലോണ് അടയ്ക്കാൻ പറ്റിയിട്ട് അത് ജപ്തി നടപടിയിൽ നിൽക്കുകയാണ്. ആ ജപ്തി നടപടിയിൽ നിൽക്കുന്ന ഒരാളെ പറ്റിയിട്ടാണ് ഇന്നലെയും 2 ദിവസമായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ഒരു ആ മാനസികാവസ്ഥയും കൂടി നമ്മൾ മനസ്സിലാക്കണം. ബാക്കിയുള്ള അതെനിക്കറിയില്ല. ഞാനിപ്പോ പാർട്ടി യോഗത്തിന് പോയിട്ടല്ലേ, സഹകരിക്കും. വെറുതെ അല്ല, എനിക്ക് അറിയാത്തൊരു കാര്യത്തിന് എന്നോട് ചോദിച്ചിട്ടില്ല ഇതുവരെ. ചോദിക്കാത്തൊരു കാര്യത്തിന് വല്ല ഞാൻ എങ്ങനെ പറയാ? ഞാൻ ഒരു കാര്യം പറയാ, സത്യമായി പറയും, കള്ളത്തരം പറയില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. വിശദീകരണം സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ചോദിക്കില്ല. അതെൻ്റെ പാർട്ടിയുടെ ഉത്തരവാദിത്തമല്ലേ, പാർട്ടിക്ക് മറുപടി കൊടുക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് അല്ലേ? അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? എന്നോട് ചോദിച്ചിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ വിവാദങ്ങൾ വന്ന സാഹചര്യത്തിലും ചോദിച്ചിട്ടൊന്നുമില്ല അല്ലേ? എന്നോട് ചോദിച്ചിട്ടില്ല. ഞാൻ അതിനെ പറ്റി അറിയില്ല. അറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ എങ്ങനെ പറയാ? ശരി.